ഇന്ന് ദുൽഹിജ്ജ 29. ഇന്ന് സൂര്യനസ്തമിക്കലോടുകൂടെ ഒരുപക്ഷെ പരിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് സമാഗതമാകാനിരിക്കുകയാണ്. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവുകൂടെയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ളലുസ് സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം. വിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് അത് പരിശുദ്ധമായ മുഹറം മാസമാണെന്ന്. അന്ന സലഫ കാനു യുഅല്ലിമൂന സലാസ അശറാത്തിൻ. മുൻഗാമികൾ 3 പത്തുകൾക്ക് വലിയ പ്രാധാന്യം നൽകുമായിരുന്നു, ബഹുമാനിക്കുമായിരുന്നു. അതിലൊന്ന് റമളാനിൻ്റെ അവസാനത്തെ 10ആണ്, ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10ആണ്, ഈ കടന്നു വരാനിരിക്കുന്ന മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10ആണത്. വളരെയധികം ഗൗരവത്തോടുകൂടെ ഇബാദത്തുകളിൽ സജീവമാകേണ്ട സമയം. മുൻഗാമികളായ സൂഫിയാക്കൾക്കും മൗലിയാക്കൾക്കും അമ്പിയാക്കൾക്കൊക്കെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് തലക്കുമീതെ താങ്ങാനാകാതെ ഒന്നിനു പിറകെ ഒന്നൊന്നായി വന്നപ്പോൾ അതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മോക്ഷവും രക്ഷയും ഒക്കെ നൽകാൻ കാരണമായത് പരിശുദ്ധമായ മുഹറം മാസമാണ്. അതുകൊണ്ട് ആദരിക്കണം. ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നല്ല തീരുമാനങ്ങളോടുകൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും 5 വഖ്ത് നിസ്കാരങ്ങൾ ഖളാ ആക്കുകയില്ല, ഞാൻ അന്യൻ്റെ കുറ്റങ്ങൾ പറയുകയില്ല, ഹറാമിൽ നിന്ന് പൂർണ്ണമായും പുറംതിരിഞ്ഞ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണെന്ന് തുടങ്ങിയിട്ടുള്ള നല്ല നിയ്യത്തുകൾ എടുത്ത് ശിഷ്ടകാലം റബ്ബിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഞാൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വർഷം നമ്മിൽ നിന്ന് കൊഴിഞ്ഞു വീഴുമ്പോൾ അടുത്ത ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം ഖബറിലേക്കുള്ള വഴിദൂരം അത് വളരെയധികം കുറഞ്ഞിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ധാരാളം അമലുകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സമയങ്ങളും ദിവസങ്ങളുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മുഹറത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ഇബാദത്തുകളിലൊന്നും വീഴ്ച വരുത്താതെ ഇനിയുള്ള കാലമൊക്കെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.